മിഷ്കാൽ പള്ളിയും അതിൻ്റെ ചരിത്രവുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മലബാറിലെ പ്രധാന തുറമുഖ കേന്ദ്രമായിരുന്നു കോഴിക്കോട്. പ്രബല ഹിന്ദു രാജാക്കന്മാരായിരുന്ന സാമൂതിരിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ നഗരം നിലകൊണ്ടിരുന്നത്. 12-13 നൂറ്റാണ്ടുകളിൽ അറേബ്യൻ രാജ്യങ്ങളുമായും ചൈനയുമായും കോഴിക്കോടിന് വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ഭരണകേന്ദ്രത്തിൻ്റെ നിർലോഭമായ സഹകരണത്തിൻ്റെ കീഴിൽ കോഴിക്കോടിൻ്റെ വ്യാപാര മേഖല വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. 13-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വ്യാപാര മേഖലയിൽ അറബികളുടെ നിയന്ത്രണത്തിൻ്റെ കീഴിലായി മാറുകയും ചെയ്തു. തത്ഫലമായി സാംസ്കാരികവും മതപരവുമായ കൈമാറ്റവും അറേബ്യൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പുരോഗമനവുമുണ്ടായി. ഇതിൻ്റെ ഫലമായി കുറ്റിച്ചിറ എന്ന കോഴിക്കോടിൻ്റെ പ്രധാന മേഖലയിൽ മുസ്ലിം കേന്ദ്രമായി പണികഴിപ്പിക്കുകയായിരുന്നു മിഷ്കാൽ പള്ളി. ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളിലെ മുസ്ലിം നിർമ്മിതികളിൽ നിന്നും വ്യത്യസ്തമായ നിർമ്മാണ ശൈലിയായിരുന്നു മിഷ്കാൽ പള്ളിക്കുണ്ടായത്. നിർമ്മാണത്തിലെ മര ഉരുപ്പടികളുടെ സാന്നിധ്യവും മേൽക്കുരയുടെ ശ്രേണി ശൈലിയും അമ്പലങ്ങളുടെ നിർമ്മാണത്തിന് സമാനമായിരുന്നു. ആ കാലഘട്ടത്തിലെ ആശാരിമാരുടെ അപൂർവമായ കഴിവാൽ ഈ പള്ളി ഇന്തോ അറേബ്യ നിർമ്മിതിയുടെ അപൂർവ സമാനമായി മാറുകയും ചെയ്തു. ഈ മേഖലയിലെ ഏറ്റവും പ്രാചീനമായ പള്ളികളിലൊന്നാണിത്. യമനിൽ നിന്നും വന്ന വ്യാപാരിയായ നികുത മിഷ്കാലാണ് ഈ പള്ളിയുടെ പണി കഴിപ്പിച്ചത്. ഇന്ത്യ, ചൈന, അറേബ്യൻ മേഖലയുമായി നിരന്തര വ്യാപാരത്തിലേർപ്പെട്ടിരുന്ന നിരവധി കപ്പലുകളുടെ ഉടമസ്ഥനുമായിരുന്നു ഇദ്ദേഹം. 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട ഈ ആരാധനാലയം ആ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ആരാധനാലയം കൂടിയായി മാറുകയും ചെയ്തു.